അച്ചു, ഈ ആഴ്ച എന്താ പരിപാടി? ഈ ആഴ്ചത്തെ പരിപാടിയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ചത്തെ ഷൂട്ടൊക്കെ അപ്പാ എഴുതിക്കൊണ്ടിരിക്കുന്നേ. നാളെ ഷൂട്ടുണ്ടോ? നാളെ ഉണ്ട്. എനിക്ക് ഈ ആഴ്ച ഇനി എപ്പോഴൊക്കെ ഓഫീസിൽ പോവാം? ഈ ആഴ്ച ഒന്നരാടം പോവാം. അതെ, സാറിൻ്റെ ഇവിടുത്തെ ജോലിയിലൊന്നും കാണുന്നൊന്നുമില്ല കേട്ടോ. രാവിലെ തന്നെ കളിയാക്കാൻ വന്നേക്കാണോ? അല്ല, കണ്ടൻ്റൊക്കെ എടുക്കാൻ പോകുന്നതല്ലേ. ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ ചാടിയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ലപ്പാ. കുഴപ്പമില്ലെന്നോ? ഞാൻ ഇതന്നെ, എനിക്കെന്താ പറയുന്നത്? ഇവിടെ ഉണ്ട്, ഇവിടെ ചാടിയിട്ടുണ്ട്. ഇതുണ്ടോ? ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന പോലെ അല്ല കേട്ടോ. അങ്ങനെ നോക്കി ഈ സൈഡിൽ നിന്ന് നോക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക. ഓക്കെ എന്നല്ല, അത് നേരെ മുഖം നോക്കിയാൽ മനസ്സിലാവില്ല. ഈ സൈഡിൽ നോക്കിയാൽ അറിയുള്ളൂ. ഇങ്ങനെ ഇരുന്നാൽ മതി. പിന്നെ അങ്ങനെ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. സാറ് ഭയങ്കര ഫുഡും ഡയറ്റും കൺട്രോളൊക്കെ ചെയ്തിട്ട് കാര്യമില്ല. രാവിലെ തന്നെ മനുഷ്യനെ ഡെസ്പാക്കാനായിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ ജോലിയിലൊക്കെ പോയോ? കണ്ണാടി ഒന്ന് നോക്കട്ടെ. പറഞ്ഞപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ. ഒരു മിനിറ്റ്, ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ. എനിക്കല്ലെങ്കിലേ സമാധാനമില്ല. ഡോക്ടർ എടുക്കുന്നില്ലേ? ഹലോ, അതെ, രാവിലെ എൻ്റെ ഇക്കൂസിൻ്റെ അടുത്ത് പറയാ എൻ്റെ ജോലിനൊക്കെ ഭയങ്കരമായിട്ട് താടിയൊക്കെ ചാടി സാഗായി എന്നൊക്കെ പറഞ്ഞ മനുഷ്യനാകെ ഡെസ്പാക്കി. ആണോ? അതെ. എന്നാ പറ്റി? ഐവിക്കാണോ? ഇല്ല, IV എന്തായാലും ചെയ്യണം എനിക്ക്. 1 വീക്ക് കഴിഞ്ഞില്ലേ? അപ്പം എനിക്ക് വേറെ അപ്പോയിന്റ്മെന്റ് കൂടെ വേണം. എന്തിനായിരുന്നു? ഇതിനെന്താ ചെയ്യാന്നുള്ളതാണ്. ഈ ജോലൈൻ സെറ്റ് ചെയ്യാനാണോ? അതൊക്കെ സെറ്റ് ചെയ്യാം. ഇന്നത്തേക്കാണോ? ഇന്നത്തേന് കാണും അപ്പോയിന്റ്മെന്റ്. ആണോ? സമയം 1 o'clock. ഒരു 5 o'clock മുന്നേ എത്തണേ. നമുക്കൊരു 1 hour ഒക്കെ ട്രീറ്റ്മെന്റിനാകും. ഓക്കെ ഉണ്ടല്ലോ അല്ലേ ബാക്കി? ഉണ്ട്, ഞാൻ ഇന്ന് അവൈലബിൾ. ഓക്കെ 1 hour എടുക്കുമായിരിക്കും കേട്ടോ എത്താനായിട്ട്. ഹലോ, 1 hour എടുക്കുമായിരിക്കും എത്താനേ. ഇറങ്ങിയോ? ഇല്ല, ഞാൻ റെഡിയാകാൻ പോവാ. ഓക്കെ ശരി. അതെ, എന്നെ പെരുമ്പാവൂർക്ക് ഡ്രോപ്പ് ചെയ്യണം കേട്ടോ. രാവിലെ എന്നെ സാറല്ലേ പണി തന്നെ, എന്നെ അവിടെ കൊണ്ട് വിട്ടിട്ട് പോയാൽ മതി കേട്ടോ. IV ഉണ്ട്, എനിക്ക് എന്തെങ്കിലും ചെയ്യണം ആ ജോലൈൻ്റെ. ഞാൻ ഡോക്ടറെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തു. 1 hour എത്താന്ന് പറഞ്ഞു കേട്ടോ. പ്ലീസ് കേട്ടോ. സാരമില്ല, ഡ്രോപ്പ് ചെയ്തിട്ട് പോക്കോ. ഒരു 10 മിനിറ്റ് കേട്ടോ, ഒരു 10 മിനിറ്റ് വേഗം വരാം. ഞാൻ പങ്ക്ച്വലാണ്. വീഡിയോ ഇനി ബാക്കി അവിടെ ചെന്നിട്ട് എടുക്കാം. സമയം പോവാ. ഇതാണ് കേട്ടോ ഞാൻ എന്നും വരാറുള്ള എൻ്റെ ക്ലിനിക്ക്. എൻ്റെ ക്ലിനിക്ക് എല്ലാ വർഷങ്ങളായിട്ട് വരുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാ കേട്ടോ. അപ്പോൾ ഡോക്ടർ വെയിറ്റിംഗ് ആണ്. നമുക്കിനി അങ്ങോട്ടേക്ക് കയറാന്നിട്ട് സംസാരിക്കാം ബാക്കി. പങ്ക്ച്വലല്ലേ ഞാൻ എൻ്റെ കുറേ പുതിയ വ്യൂവേഴ്സ് ആയിരിക്കും, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പരിചയപ്പെടുത്താണ്. ഇതാണ് ഡോക്ടർ റിംഷ. പെരുമ്പാവൂരാണ് നമ്മുടെ ക്ലിനിക്ക് വരുന്നത് കേട്ടോ. ഞാനിപ്പോൾ അറൗണ്ട് ഒരു 2 years എബോ ആയിട്ട് ഞാൻ കൺസൾട്ട് ചെയ്യുന്നതാണ് എൻ്റെ സ്കിൻ റിലേറ്റഡ് എല്ലാ സർവീസസും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല. രാവിലെ എൻ്റെ ഡെസ്പായി. ഇതുണ്ടല്ലേ ജോലൈനല്ലേ, ഡബിൾ ചിൻ. കുറച്ച് വെയിറ്റ് പുട്ട് ഓൺ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ, നേരത്തെ ഇതൊന്നൊക്കെ ക്ലിയർ ആയിരുന്നു. ചിരിച്ച്. ഇവിടെ കണ്ണിൻ്റെ സൈഡും നെറ്റിലും ഒക്കെ ചുളിവുകളുണ്ടല്ലേ, ഒക്കെ കറക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇവിടെ ജോലൈൻ ആണ് പോയി കിടക്കുന്നത്. ആ ജോലൈൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് ഡബിൾ ചിന്നിനുള്ള ട്രീറ്റ്മെൻറ്റും എടുക്കാം. അത് കുറച്ചൊരു 2 to 3 സിറ്റിങ്സ് എടുക്കണം, എന്നാലാണ് ഡബിൾ ചിന്നിൽ പോകത്തുള്ളൂ.
ജോലൈൻ നമുക്ക് ഇന്ന് കറക്റ്റ് ചെയ്യാം. ഫോർഹെഡും ഇവിടുത്തെ ബൊട്ടോക്സും കേട്ടോ. ആയില്ലേ, ലൈറ്റ് ആയിട്ട് ഏജിങ്ങിന്റെ സൈൻസ് ഒക്കെ വന്ന് തുടങ്ങി കേട്ടോ. പോവാന്നും പറയണ്ട. ഇതില്ല. അപ്പൊ ഈ ഒരു സർവീസസ് വ്യൂവേഴ്സിന് വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന സർവീസ് ഇല്ലേ, അത് ഏത് ഏജ് മുതലായിരിക്കും ചെയ്യാൻ പറ്റുക? നമുക്കൊരു 25 ഇയേഴ്സ് മുതൽ. ചിലർക്ക് ഇപ്പം അപ്പർ ലിപ്പ് കുറവായിരിക്കും, ലോവർ ലിപ്പൊക്കെ നോർമൽ ആയിരിക്കും. അപ്പോൾ അപ്പർ ലിപ്പിനൊക്കെ ഫില്ലേഴ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ജോലൈൻ ഒന്നും ഷേപ്പ് ഇല്ലാണ്ട്, ഇപ്പം രേഷ്മയ്ക്ക് അത്യാവശ്യമുണ്ട്, എന്നാലും കംപ്ലീറ്റ്ലി ചിലർക്ക് ഇവിടെ ചിന്ന് ഉണ്ടാവാണ്ടിരിക്കും. അപ്പോൾ ചിൻ നമുക്ക് എൻഹാൻസ് ചെയ്യാം, ലിപ്പ് എൻഹാൻസ് ചെയ്യാം, നോസ് എൻഹാൻസ് ചെയ്യാം, അണ്ടർ ഐ ഒക്കെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. രേഷ്മയ്ക്ക് അണ്ടർ ഐ ഒന്നും ചെയ്യണ്ട, പക്ഷേ ഈ സൈഗോമ, ഈ ബോൺ നമുക്ക് കുറച്ചൊന്ന് ലിഫ്റ്റ് ചെയ്യണം, അപ്പോഴേ ഈ സാഗിങ് കുറയുള്ളൂ. പിന്നെ സർവീസ് ചെയ്യുമ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ഓർക്കുന്നൊക്കെ ഞാൻ ചോദിക്കാം കേട്ടോ. പിന്നെ ഇല്ലേ, ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നതിന് കുറെ പേര് സർജിക്കലായിട്ട് അങ്ങനെ ചെയ്യുന്നില്ലേ? ഇത് നമുക്ക് വരുന്നത് ഈ ഫില്ലേഴ്സും ബൊട്ടോക്സും എന്നും പറഞ്ഞാൽ നോൺ സർജിക്കൽ ഫേസ് ലിഫ്റ്റിൽ വരുന്നതാണ്. സ്പോട്ടിൽ റിസൾട്ട് ഉണ്ട്. ബൊട്ടോക്സ് നമുക്ക് റിസൾട്ട് 7 days കഴിഞ്ഞിട്ടേ അറിയത്തുള്ളൂ, പക്ഷെ ഫില്ലേഴ്സിന് ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് ഉണ്ടാവും. ഇപ്പൊ അതാണ് ചെയ്യാൻ പോകുന്നത് അല്ലേ? ഇവിടെ ജോ ലൈൻസ് കുറച്ചുകൂടെ ജോലൈൻ ലിഫ്റ്റും ചിൻ ഫില്ലറും ഇടണം. പിന്നെ ഈ സൈഗോമ ലിഫ്റ്റ്, നമ്മളിങ്ങനെ ബ്യൂട്ടി ബോൺ എന്നൊക്കെ പറയത്തില്ലേ, ആ ഇത് നാച്ചുറലായിട്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരും. അപ്പൊ ചെറുതായിട്ട് ഇവിടെ ഉണ്ട്, നമുക്കത് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. പിന്നെ എന്റെ IV ചെയ്യണം. പിന്നെ എന്താണ് കാർബൺ ഫേഷ്യൽ കാണുമല്ലോ അല്ലേ, ചെയ്യാം. അപ്പൊ ബാക്കി ചെയ്തോണ്ട് നമുക്ക് ചോദിക്കാം. അപ്പം ജോലൈൻ ഡെഫിനിഷൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്പിങ് ആവശ്യമുണ്ട്. പെയിൻ ഒന്നും ഉണ്ടാവരുതല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്പിങ് ചെയ്തേക്കാം. അപ്പം നമുക്ക് ഇനി ഒരു 10 minutesനുള്ളിൽ ഫസ്റ്റ് ബൊട്ടോക്സും പിന്നെ ഫില്ലേഴ്സും ആയിട്ട് നമുക്ക് ചെയ്യാം. ബൈ ദാറ്റ് ടൈം നമുക്ക് IV, ഇപ്പം ബൂസ്റ്റർ ഡോസസ് ആണല്ലോ പോണത്, IV ഡ്രിപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത് രണ്ട് സെപ്പറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ട്, ഫേസിൽ അത് ചെയ്യുന്നതുകൊണ്ടാണ് ഈ നമ്പിങ് ഇട്ടേക്കുന്നത്. അപ്പം ഞാൻ ആ ഗ്യാപ്പിൽ ഞാൻ ഗ്ലൂട്ടാ ചെയ്യാൻ പോകുന്നു, IV ചെയ്യാം. ഓക്കെ. എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ടോ എന്നൊരു സംശയം. നമ്പിട്ടെന്ന് പറഞ്ഞാലും എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ. നമ്മളിപ്പോൾ മാർക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെ പോയിന്റ്സിൽ ഫില്ലേഴ്സ് ഇടണം, ഏതൊക്കെ പോയിന്റ്സിൽ ബൊട്ടോക്സ് ഇടണം എന്ന് വേണ്ടിയിട്ട്. അപ്പോൾ ബൊട്ടോക്സ് നമ്മൾ രണ്ടാമതാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഫില്ലേഴ്സ് ആണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം മാർക്ക് ചെയ്യാൻ പോവാം. എന്നെ കാണാൻ നല്ല രസമല്ലേ ഇപ്പോൾ, മൂക്കല്ലത്. അപ്പം നമുക്കിനി പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം. നമ്പിങ്ങും മാർക്കിങ്ങും ഒക്കെ കഴിഞ്ഞു. നമുക്ക് ഇൻജെക്ട് ചെയ്യാനുള്ളതാണ് നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. റെഡിയല്ലേ? ഫസ്റ്റ് ഇല്ലേ, എനിക്ക് നല്ല പേടിയായിരുന്നു ഈ നംക്രീം ഇട്ടതിന് ശേഷം എന്നാലും പെയിൻ വരുമോ എന്നുള്ളത്. പക്ഷെ ഒട്ടും അറിഞ്ഞില്ല കേട്ടോ. അതാ ഞാൻ കൂളായിട്ടിരുന്നത്, അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കും. അപ്പം നോക്കിക്കോ, നമ്മൾ എണ്ണീറ്റിരുന്ന രേഷ്മ റൈറ്റ് സൈഡാണ് നമ്മൾ ചെയ്തത്. ഷാർപ്പായി വന്നേക്കുന്നുണ്ടോ? ലെഫ്റ്റ് സൈഡ് ഇവിടെ സാഗിങ്ങുണ്ടോ? ശരിയാട്ടോ, ഇവിടെ മനസ്സിലാകുന്നില്ലേ? ഇവിടെ ഇങ്ങനെ നല്ല ഡിഫൈൻഡായി, ഇവിടെ ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. ശരിയാ. അപ്പം നമ്മൾ ജോലൈൻ്റെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ഇവിടെയും കൂടെ കുറച്ച് ലിഫ്റ്റ് വേണ്ട, ഈ 2 പോയിന്റ് മാത്രം. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സൈഗോമ ലിഫ്റ്റ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഇത് ഈ ബോൺ ഓക്കെ കേട്ടോ. ഞാൻ സൂപ്പർ ഹാപ്പി ആട്ടോ. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് പറയാം. ആണോ? ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഇതിപ്പം എത്ര നാളെ തന്നെ നിൽക്കുക?
നമുക്ക് ഫില്ലേഴ്സ് ഇപ്പം നമ്മൾ ഡീപ്പ് ഫില്ലേഴ്സാണ് ഇടുന്നത്, അപ്പം ബോണിലേക്ക് ഇടുന്നത്. അപ്പോൾ നമുക്കൊരു 1 to 1.5 years വരയ്ക്കും ലാസ്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ബോഡീൻ്റെ മെറ്റബോളിസം ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് ആണ് ഇത് ലാസ്റ്റിംഗ് വരുന്നത്. ചിലർക്ക് അതിൽ ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും. ചിലർക്ക് 2 years വരയ്ക്കും ലാസ്റ്റ് ചെയ്യും. 2 years വരെ നിൽക്കും. ചിലവർക്ക് 2 years വരയ്ക്കും നിൽക്കും. ചിലർക്ക് 1 year 1.5 years ഒക്കെയാണ് നിൽക്കത്തുള്ളൂ. കഴിഞ്ഞിട്ട് നമുക്ക് ഫേഷ്യലൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഫേഷ്യൽ നമുക്കൊരു 10 to 15 days കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നോർമൽ ഫേസ് വാഷ് 24 hours ആഫ്റ്റർ നമുക്ക് ചെയ്യാം. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ എന്തായാലും മസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഫേസിൽ ഇത് ചെയ്യുന്ന ശേഷമില്ലേ നമ്മൾ മിക്കവരും ചെയ്യും, ഫേഷ്യലൊക്കെ ചെയ്യും. അത് ചെയ്യാൻ പാടില്ല ഒരു 10 days, പിന്നെ ചെയ്യാൻ പാടില്ല. പിന്നെ ഫേസ് വാഷ് ആണെന്നുണ്ടെങ്കിൽ 24 hours. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ക്ലിയർ ആയിട്ടൊക്കെ ചോദിക്കുക. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കണം കേട്ടോ എന്തൊക്കെയാണ് എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചെയ്തേക്കാം. അതുകൂടാതെ സ്ക്രീനിലും ഞാൻ ആഡ് ചെയ്തേക്കാം കേട്ടോ. നമ്മുടെ ക്ലിനിക്ക് ഏതാണെന്നറിയാലോ, കേസ് ക്ലിനിക്ക് നമ്മുടെ പെരുമ്പാവൂരാണ്. നമ്മൾ ഹെഡും നെക്കുമായിട്ടുള്ള എല്ലാ എസ്തെറ്റിക് പ്രൊസീജിയറും ചെയ്യും, ബോഡിയിലേക്ക് ചെയ്യില്ല. ഹെഡ് ആൻഡ് നെക്ക് എസ്തെറ്റിക് ആണ് നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത്. ഫില്ലേഴ്സ്, ബൊട്ടോക്സ്, ഹെഡ് ആൻഡ് നെക്കിൽ വരുന്ന ഫില്ലേഴ്സും ബൊട്ടോക്സും ലൈക്ക് PRP, GFC എല്ലാം ചെയ്യും. ഓക്കെ, അപ്പോൾ ഫില്ലേഴ്സ് കഴിഞ്ഞു കേട്ടോ. ഇനി എന്താ ചെയ്യാൻ പോവാ? ഓക്കെ, ഫില്ലേഴ്സ് നമ്മൾ ജോലൈനും ഈ സൈഗോമ ലിഫ്റ്റും കഴിഞ്ഞു. രേഷ്മയ്ക്ക് എന്താ തോന്നുന്നത്? അതെ, ഞാനതിങ്ങനെ കണ്ണാടി തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, നമ്മളിനി ബൊട്ടോക്സ് ട്രീറ്റ്മെൻ്റ് ആണ്. ബൊട്ടോക്സ് നമുക്ക് ഈ ഏരിയയിലൊന്നും ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല. സോ ദാറ്റ് നമ്മളിനി ഫോർഹെഡും ഈ കണ്ണിൻ്റെ സൈഡിലുള്ള ലൈൻസിലെ അതിൻ്റെ ലൈൻസ് റിങ്കിൾസും കൂടെ കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫോർഹെഡ് റിങ്കിൾസ് ആൻഡ് കണ്ണിൻ്റെ സൈഡിലുള്ള ക്രോസ് ഫീറ്റ് എന്ന് പറഞ്ഞ റിങ്കിൾസ് ആണ് കളയാൻ പോകുന്നത്. പെയിൻഫുൾ ഒന്നല്ല. ഇത് ബെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് സിമ്പിളാണ്. ഓക്കെ, ചെയ്യാം. ഇത് മാത്രമായിട്ട് ചെന്ന് ചെയ്യാൻ പറ്റുമോ? അത് മാത്രമായിട്ട് വന്നാലും ചെയ്യാൻ പറ്റും. ക്ലയൻറ്റിൻ്റെ ആവശ്യം എന്താണ് അത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ കൂടെ വേറെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്യും. ഡെസിഷൻ അവരാണ് എടുക്കുന്നത്. ഓക്കെ, ഐബ്രോ ഒന്ന് റൈസ് ചെയ്ത് നമ്മളിവിടെ ഫേസ് കൈ കൊണ്ടൊന്നും തുടരുതല്ലേ? അതെ, ഇപ്പം നമ്മൾ ചെറിയ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ചെറിയ ഹോൾസ് ഉണ്ടല്ലോ, അതിലൊക്കെ തൊടുമ്പത്തേനും നമ്മുടെ കൈയൊന്നും സാനിറ്റൈസ്ഡ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള ടെൻഡൻസി ഉണ്ട്. നമ്മളിവിടെ ഓയിൻമെന്റ്സും ആന്റിബാക്ടീരിയൽ ക്രീമും ഒക്കെ തന്നു വിടും പോസ്റ്റ് ട്രീറ്റ്മെന്റ് കേട്ടോ. കാരണം നമുക്ക് നോർമൽ ടെൻഡൻസി വരുമല്ലോ തൊടാനായിട്ട്, ലൈക്ക് ഒരു ചെറിയ കട്ടി പോലെയുള്ളത് കാരണം തൊടാനായിട്ടുള്ള ഒരു ടെൻഡൻസി വരും. ബൊട്ടോക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എടാ, ഒരു പെയിനില്ല, ഞാനിപ്പോൾ ചോദിക്കാം കേട്ടോ. അറിയുന്നുണ്ടോ? നമ്മളിപ്പോൾ ചെയ്ത് വെരി കഴിഞ്ഞോ? പെയിൻ ഉണ്ടായിരുന്നോ? അറിഞ്ഞില്ല. വെരി ഗുഡ്. ഈ അലർജറ്റിക് ഉള്ളവർക്കൊക്കെ ചെയ്യാവുമല്ലോ? അതൊക്കെ പറയണമായിരിക്കും അല്ലേ വരുമ്പോഴും? അങ്ങനെയുള്ള ബൊട്ടോക്സ് നമ്മളൊരു മസിൽ റിലാക്സൻ്റ് ആണ്. അപ്പോൾ തന്നെ നമ്മുടെ മസിൽസ് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള മസിലിനെ ആ ഹൈപ്പർ ആക്റ്റീവ് ഒന്ന് കുറയ്ക്കുവാണ്. അപ്പോൾ ഈ റിങ്കിൾസ് ഒക്കെ വരുന്നത് മസിൽ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടാണ്. ഡാൻസേഴ്സിനൊക്കെ എക്സ്പ്രഷൻ ലൈൻസ് ഒക്കെ വരും. എനിക്ക് ബൊട്ടോക്സ് ഇട്ടിട്ടുണ്ട്, കാരണം അത്ര അറിയത്തില്ല. ഇപ്പോൾ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു അല്ലേ? പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ആൻറ്റിബാക്ടീരിയൽ ക്രീം ആണ് ഇപ്പോൾ ഇടുന്നത്. അത് രേഷ്മയ്ക്ക് തരുകയും ചെയ്യും. നാളെ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് ഒക്കെ ഇടണം കേട്ടോ. എത്ര ദിവസം? 3 days. ഓക്കെ. ഇത് എത്ര നേരത്തെ പ്രൊസീജിയറാണ് ശരിക്കും? നമുക്കൊരു 1 hour ഒക്കെ മതി. നമ്പിങ് കഴിഞ്ഞിട്ട് പ്രൊസീജിയർ 1 hour. 1 hour പ്രൊസീജിയർ. പക്ഷെ കൺസൾട്ടേഷന് കുറച്ച് സമയം എടുക്കും. എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ കൺസൾട്ടേഷനും ട്രീറ്റ്മെൻറ്റ് ഡിസിഷനും കുറച്ച് സമയം എടുക്കും. സൂപ്പർ. കഴിഞ്ഞില്ലേ? കണ്ണാടി എനിക്ക് നിറം നോക്കാനുള്ള. ഇപ്പം മീൻസ് സ്വെല്ലിംഗ് ഉള്ളത് കാരണമാണ് അത്ര അറിയാത്ത. ഒരു 1 week കഴിയുമ്പോഴത്തേനും ഭയങ്കര ഭംഗിയായിരിക്കും. നമ്മൾ ആ പ്രിക്കിംഗ് പോയിന്റ്സിലൊക്കെ
ചെറിയ ചെറിയ സ്വെല്ലിംഗ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അതിപ്പോ ചെയ്തതിന്റെ ആ ഒരു ഇതാട്ടോ. സീരിയസ് ആയിട്ട് പറ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല മുഖം സ്ലിം ആയി, സൈഗോമ ലിഫ്റ്റ് ആയി. എല്ലാരും ഇപ്പൊ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടല്ലേ ഇത് ലിഫ്റ്റ് ആക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു സൊല്യൂഷനും കൂടെ ഉണ്ടെന്നാണ്. അതെ അതെ, നോർമലി ഞാൻ കണ്ടേക്കുന്നത് മറ്റേ സർജറി ഒക്കെയാണ് ഞാൻ കണ്ടേക്കുന്നത്. അതൊക്കെ അത്ര പോസിബിൾ ഒന്നും അല്ലല്ലോ നമുക്ക്. എല്ലാവർക്കും പോസിബിൾ അല്ല സർജിക്കൽ ട്രീറ്റ്മെന്റ്സ്. ഇപ്പൊ നിങ്ങൾക്ക് വ്യൂവേഴ്സിന് കാണുമ്പോൾ മനസ്സിലാവും, വന്നാൽ ഞാനല്ല ഇപ്പൊ ഇരിക്കുന്നത്. ഭയങ്കര അയ്യോ എനിക്ക് സൂപ്പർ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ടോ ഈ സൈഗോമ നോക്ക്. ഞാൻ ബിഫോറും ആഫ്റ്ററും ഫോട്ടോയും കൂടെ ഞാൻ ആഡ് ചെയ്തേക്കട്ടോ, അപ്പം കുറച്ചുകൂടെ ശരിക്കും മനസ്സിലാവും. താങ്ക് യു. സർജിക്കൽ പോലെ അത്ര എക്സ്പെൻസീവ് അല്ല നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ്. എന്നാലും 1 year ഒക്കെ ലാസ്റ്റ് ചെയ്യുമല്ലോ. അപ്പം നമുക്കിത് കോംപ്ലിക്കേഷൻ ഇല്ലാണ്ട് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതെല്ലാവരും ചോദിക്കുന്നതല്ലേ, എന്തെങ്കിലും ഫില്ലേഴ്സ് ബൊട്ടോക്സിനൊക്കെ കോംപ്ലിക്കേഷൻ കൂടുതൽ സാധ്യത വരാനുള്ള മേഖലയാണ്. കോംപ്ലിക്കേഷൻ ഇല്ലാണ്ട് ചെയ്യാണ് ഏറ്റവും വലുത്. അപ്പം ഗുഡ് ഹാൻഡ്സ്, ഗുഡ് ഇഞ്ചക്ടറുടെ കയ്യിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ഡിപ്പെൻസ് ആണല്ലോ, ഇത് ചിലപ്പോൾ 2 year വരെ നിൽക്കും അല്ലേ. ചിലവർക്ക് കെയർ ചെയ്യുന്നത് നമ്മുടെ വാട്ടർ, നമ്മുടെ ബോഡി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നനുസരിച്ചാണ് ഇതിന്റെ ലാസ്റ്റിംഗ് വരുന്നത്. എനിവേ 1 year to 1.5 years വരയ്ക്കും ഷുവർ ആയിട്ടും ലാസ്റ്റ് ചെയ്യും. നമുക്ക് ഗ്യാരണ്ടി പറയാം. അതെ അതെ അതെ, 1.5 year എന്തായാലും ഇരിക്കും. പിന്നെ ലിപ് ഫില്ലർ ഒക്കെ ഇടുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ഫില്ലർ ഇടുന്നത്, അതൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് അബ്സോർബ് ആയി പോകും. ജോലൈനൊക്കെ നിൽക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ചെയ്ത സർവീസസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൊട്ടോക്സ് ചെയ്തു, ഫില്ലേഴ്സ് ചെയ്തു, ജോലൈൻ ഫില്ലേഴ്സ് ചെയ്തു, സൈഗോമ ഫില്ലേഴ്സ് എന്നൊക്കെ പറഞ്ഞ എന്റെ ഓഡിയൻസിനൊക്കെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയണം. നമ്മൾ ഈ ജോലൈൻ ചെയ്തു, പിന്നെ ഇവിടുത്തെ ബോണില്ലേ സൈഗോമ ബ്യൂട്ടി ബോൺ, ആ ബോണിന്റെ ഫില്ലേഴ്സും ചെയ്തു. നോസിന്റെ അതും ചെയ്തു, നോസിലും ചെയ്തു. ഇവിടെ ബൊട്ടോക്സ് ഇട്ടു, ഈ 2 സൈഡിൽ ബൊട്ടോക്സ് ഇട്ടു. ഓക്കെ, ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. ഇതിപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ബുക്കിംഗ് എടുത്തിട്ടാണോ? ബുക്കിംഗ് എടുക്കണം, പ്രെയർ അപ്പോയിന്റ്മെന്റ് എടുക്കണം. 2 days ബിഫോർ പ്രെയർ അപ്പോയിന്റ്മെന്റ് എടുക്കണം. ഇപ്പം നമ്മൾ ഇതൊക്കെ നോർമൽ ഹൈഡ്രോഫേഷ്യൽ അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് അല്ല, കുറച്ച് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ്. അപ്പോഴത്തേനും ഒരു പ്രെയർ ബുക്കിംഗ് എടുക്കുക, കൺസൾട്ടേഷൻ ഉണ്ട്, ഒരു ഇച്ചിരി പ്രൊസീജിയേഴ്സ് ഉണ്ട്. രശ്മിക്ക് അറിയാലോ, നമ്മളിത് ചെയ്യുന്നത് 1 hour എടുക്കും. അപ്പോൾ നമുക്കൊരു 3 hours 4 hours ട്രീറ്റ്മെന്റ് ടൈം വെച്ചിട്ടാണ് അങ്ങനെ നമ്മൾ അപ്പോയിന്റ്മെന്റ് കൊടുക്കത്തുള്ളൂ. ആൻഡ് ആഫ്റ്റർ കെയറും കൂടെ, ആഫ്റ്റർ കെയർ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ട്, അത് ഞാൻ ഇൻ പേഴ്സൺ പറഞ്ഞതായിരിക്കും ബെറ്റർ. ഇപ്പം രശ്മിക്ക് എന്താ ഓവറോൾ ഫീൽ ചെയ്യുന്നത്? ഞാൻ വന്ന ഞാനല്ല ഇപ്പൊ ശരിക്കും, ഫേസിന് ഡിഫറൻസ് ഉണ്ട്, പിന്നെ ഒരുപാടുണ്ട്. കാരണം ഇപ്പം എന്റെ വ്യൂവേഴ്സ് കാണുമ്പോൾ മനസ്സിലാവും, നിങ്ങൾ തന്നെ കമന്റ് ചെയ്യണം. കാരണം വീട്ടിൽ വെച്ചിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. ഇന്ന് ഫേസ് ഒക്കെ സ്ലിം ആയി, ഇതൊക്കെ ലിഫ്റ്റ് ആയ പോലെ ഇല്ലേ, ഭയങ്കര ഹാപ്പി. എൻ്റെ മനസ്സ് കിടന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കും. പിന്നെ ഞാൻ ലൊക്കേഷൻ എൻ്റെ പുതിയ വ്യൂവേഴ്സിന് വേണ്ടി പറയാം. നമ്മുടെ പെരുമ്പാവൂരാണ് നമ്മുടെ കേസ് ക്ലിനിക്ക് വരിക കേട്ടോ, അറക്കപ്പടിയിലാണ്. ഞാൻ നമ്പർ എല്ലാം ആഡ് ചെയ്തേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ നമ്പർ വിളിക്കുക, ബുക്ക് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക, പോരുക. പിന്നെ എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോസ്മെറ്റിക് സർവീസസിന് എല്ലാത്തിനും 25% ആണ് ഓഫ് വരുന്നത് അല്ലേ. ഇപ്പം ക്രിസ്മസും ന്യൂ ഇയറും അല്ലേ, അത് കാരണം നെക്സ്റ്റ് നമ്മുടെ ജാനുവരി നമ്മുടെ ആനിവേഴ്സറി മന്ത്. അപ്പൊ ഡിസംബർ മന്തും ജാനുവരി മന്തും ഓഫേഴ്സ് ഉണ്ട്. കറന്റ് ഓഫേഴ്സ് റണ്ണിങ് ആണ് എല്ലാത്തിനും കേട്ടോ.